തൃശൂരിൽ വനംവകുപ്പും പോലീസും ചേർന്ന് കള്ളക്കേസിൽ കുടുക്കിയ യുവാക്കൾ ജയിലിൽ കിടന്നത് 35 ദിവസം. ചാലക്കുടി സ്വദേശികളായ ജോബിയെയും സുജീഷിനെയുമാണ് വീട്ടിൽ സൂക്ഷിച്ച പോത്തിറച്ചി മ്ലാവിറച്ചിയാണെന്ന് ആരോപിച്ച് പിടികൂടിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് പോത്തിറച്ചിയാണെന്ന് തെളിഞ്ഞു. ചാലക്കുടി വെള്ളിക്കുളങ്ങര സ്വദേശികളായ ജോബിയും സുജീഷുമടക്കം 6 പേരാണ് പോലീസിനും വനംവകുപ്പിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. വന്യമൃഗവേട്ട നടത്തി മ്ലാവിറച്ചി ഭക്ഷിച്ചെന്നും വീട്ടിൽ സൂക്ഷിച്ചെന്നും ആരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ 30-നാണ് ഇവരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ചേർന്നാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ അറസ്റ്റിലായ ജോബിക്കും സുജീഷിനും ജാമ്യം ലഭിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് തൊണ്ടിമുതലിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നത്. പരിശോധനയിൽ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് മ്ലാവിറച്ചിയല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു. 35 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് യുവാക്കൾക്ക് ജാമ്യം ലഭിച്ചത്. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മർദ്ദിച്ച് തെറ്റായ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്തുവെന്നാണ് ആരോപണം. കള്ളക്കേസിനെ തുടർന്ന് ഉപജീവന മാർഗം തന്നെ നഷ്ടമായെന്നും ഇവർ പറയുന്നു. അതേസമയം കേസിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതെന്നുമാണ് പോലീസും വനംവകുപ്പും നൽകുന്ന വിശദീകരണം. ന്യൂസ് മലയാളം, തൃശൂർ.